തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ക്രൈസ്തവർ പാതിരാ കുർബാനയ്ക്കായി എത്തിച്ചേരുകയാണ്. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകും. കോഴിക്കോട് രൂപത കീഴിലുള്ള മദർ ഓഫ് ഗോഡ് മാത്ത് കത്തീഡ്രൽ ദേവാലയത്തിൽ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്തയാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരം പാളയത്തു നിന്നും SP ശ്രീനന്ദയും കോഴിക്കോട്ടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും രമ്യാദാസും ചേരുന്നു. ആദ്യം നമുക്ക് ശ്രീനന്ദയിലേക്ക് പോകാം. തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ ആദ്യം അറിയാം. തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ? ക്രിസ്മസ് ആഘോഷം ഇനി തിരുപ്പിറവിക്ക് മണിക്കൂറുകളില്ല. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീനന്ദ. അമൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ബൂത്ത്, നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബൂത്ത് ഉണ്ട്. അതിനുശേഷം നടന്ന് നീങ്ങുമ്പോൾ നിരവധി കാഴ്ചകളാണ് ഇവിടെ തലസ്ഥാനത്ത് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത്. പള്ളികളിൽ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും അടക്കമുള്ള നിരവധി കാഴ്ചകളാണ് സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട്, ക്രൈസ്തവ വിശ്വാസികളടക്കമുള്ള നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ പകലുകളാക്കാനാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ക്രൈസ്തവ വിശ്വാസികളും മറ്റെല്ലാവരും തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പുൽക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നിന്ന് വിശ്വാസികളൊക്കെ തന്നെ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം. ഇവരെല്ലാവരും ഇവിടേക്ക് ഇപ്പോൾ ഓരോ വിശ്വാസികളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാ തവണയും പാളയം പള്ളിയിലോട്ട് വരാറുണ്ടോ? We don't understand Malayalam. We can speak English. Yeah, sure. Do you come every year in this church? No, we are tourists. We have come from Chennai, but we wanted, since we have come here, we wanted to come to. So you want to experience Christmas in Trivandrum? Yes, of course. That's the reason. How do you feel? We feel great. It's lovely. Yeah. It's so nice to be in Trivandrum. Of course, it's a lovely place. We really enjoy staying here. And the best part, we are at the Christmas time, and it makes it more special for us. എന്തായാലും ചെന്നൈയിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇവിടേക്ക് എത്തിയിട്ട് പറയുന്നത് തിരുവനന്തപുരത്ത് ക്രിസ്മസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ എത്തിയതിൽ വളരെ സന്തോഷം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് അവർ പങ്കുവച്ചത്. അതുപോലെ തന്നെ 11 മണിക്ക് ശേഷം ഇവിടേക്ക് മറ്റ് ക്രൈസ്തവ വിശ്വാസികളടക്കമുള്ളവർ എത്തിച്ചേരും. അവർ ഈ പ്രാർത്ഥനകൾ ഒക്കെ ഇവിടെ കൈക്കൊള്ളും. നമ്മളോടൊപ്പം പിതാവുണ്ട്. ഫാദർ, എന്താണ് ഇവിടുത്തെ മറ്റ് കർമ്മങ്ങളിലെല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നു കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല, ക്രിസ്മസിൻ്റെ ആരംഭം ഞങ്ങൾ ഇട്ടത് 14-ാം തീയതിയുള്ള ഒരു സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തോടു കൂടിയാണ്. 350-ലും പേര് ഒരു ഹാളിൽ സമ്മേളിക്കുകയും 1 മണിക്കൂർ കൊണ്ട് ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഓരോരുത്തർക്കും ഭാഗം തിരിച്ചു കൊടുത്തിരുന്നു. അതിനനുസരിച്ച് ഒരുമിച്ച് വളരെ സൈലൻ്റായിട്ടിരുന്ന് എല്ലാവരും വായിക്കുക. അങ്ങനെ ബൈബിൾ വായിച്ച് ഒരുങ്ങിയാണ് ബൈബിളിലൂടെ എഴുന്നള്ളി വരുന്ന യേശുവിനെ സ്വീകരിക്കേണ്ടി ഒരുങ്ങുന്നത്. ആ ഒരു വചന ഒരുക്കത്തോടു കൂടിയാണ് ഈ ദേവാലയം മുറ്റത്ത് വന്നുകൊണ്ട് നമ്മുടെ ഇടവകയുടെ 47 യൂണിറ്റുകളുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള യൂണിറ്റുകളാണ്. അവർ കൊണ്ടുവന്ന നക്ഷത്രമാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇവിടെ മുറ്റത്ത് കൂടുകയും ഓരോരുത്തരും അവരുടെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നക്ഷത്രം കെട്ടുകയും പിന്നെ അത് ഉയർത്തുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ തിരുപ്പിറവി കർമ്മങ്ങൾ എത്ര മണിയോട് കൂടിയാണ് ആരംഭിക്കുന്നത്? ഇന്ന് 11:45 കൂടി അതിരൂപത അധ്യക്ഷൻ തോമസ് നെറ്റോ ആർച്ച് ബിഷപ്പിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ കർമ്മങ്ങൾ നടക്കാൻ പോകുന്നത്. വൈദികരും ധാരാളം സന്യസ്തരും ഈ പട്ടണത്തിലുള്ള വിവിധ ഋത്തുകളിൽ നിന്നുള്ള ധാരാളം വിശ്വാസികളും ഇതിൽ സംബന്ധിക്കും. നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വളരെ വലിയൊരു ആഘോഷമാണ് ക്രിസ്മസ്. തിരുവനന്തപുരത്ത് ആഘോഷിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? മുൻ വർഷങ്ങളെക്കാളും ക്രിസ്മസിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇപ്രാവശ്യം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്? കുറച്ചുകൂടി ഒരു ഐക്യത്തിൻ്റെ ക്രിസ്മസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും തിരുവനന്തപുരം പട്ടണം എന്നുള്ളത് വിവിധ മതങ്ങളുടെ ഐക്യത്തിൻ്റെ വളരെ വലിയ ഒരു സാക്ഷ്യം നൽകുന്ന പട്ടണമാണ്. അത് ഓരോ കാര്യത്തിലുമുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെയും ഞങ്ങൾ പാളയം ഇമാം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഗണപതി കോവിലിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ മറ്റ് സാംസ്കാരികമായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടും എല്ലാം അവരെയൊക്കെ കണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു ഐക്യത്തിൽ നിന്നാണ് ഈ ക്രിസ്മസ് ഇതാണ് ആഘോഷിക്കാൻ പോകുന്നത്.
എന്തായാലും സഹോദര്യവും ഐക്യവും ഒക്കെ നിറഞ്ഞ ഒരു ക്രിസ്മസ് തന്നെയാണ് 2025 എന്നുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ ഫാദർ പറഞ്ഞത്. അതുപോലെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ കയറി വരുമ്പം പാളയം പള്ളിക്ക് രണ്ട് കവാടങ്ങളാണുള്ളത്. അതിൽ ഒരു സൈഡിൽ നമ്മൾ കണ്ടു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബൂത്തൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്തായിട്ടൊരു നക്ഷത്രം അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വിശ്വാസികളെല്ലാം തന്നെ എത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. മണിക്കൂറുകൾ കഴിയും തോറും നിരവധി വിശ്വാസികളാണ് ഇവിടേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നതിൽ യാതൊരുവിധ നമുക്ക് ഒരു നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഒത്തിരി പേരാണ് ആ ഫോട്ടോ ബൂത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാനായും അതുപോലെ തന്നെ മറ്റ് എല്ലാ തവണയും വരാറുണ്ടോ ഇവിടേക്ക്? ഇല്ല, ക്രിസ്മസ് ആകുമ്പോൾ വരുന്നത്. ക്രിസ്മസ് ആഘോഷമായിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടുണ്ട്. ക്രിസ്മസിന് എങ്ങനെയുണ്ട് പാളയം? നന്നായിട്ടുണ്ട്, നല്ല അലങ്കരിച്ചിട്ടുള്ളതുകൊണ്ട് അവിടെയുള്ള പള്ളിയും നന്നായിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ഫീല് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. ശരി, എന്തായാലും ഒരുപാട് പേർ ഇത് തന്നെയാണ് പറയുന്നത്. അവർക്ക് എല്ലാവർക്കും ആ ഒരു ക്രിസ്മസിൻ്റെ വൈബ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ കിട്ടുന്നുണ്ട് എന്നൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ക്രിസ്മസിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരം ഉണർന്നിരിക്കുകയാണ്. ഉറക്കമൊന്നുമില്ല തലസ്ഥാന നഗരിക്ക്. ഉണർന്നിരിക്കുന്നതിൻ്റെ ഒരു മണിക്കൂറുകളാണ് ഇനി അങ്ങോട്ടുള്ള ഒരു 2-3 മണിക്കൂർ എന്ന് പറയുന്നത്. ഉണർവിൻ്റെ മണിക്കൂറുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അമൽ, യെസ്, തിരുവനന്തപുരത്ത് വിശേഷങ്ങളാണ് ശ്രീനന്ദ പങ്കുവച്ചത്. ഇനി കോഴിക്കോട്ടേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. കോഴിക്കോട് രമ്യാദാസ് തയ്യാറാണ്. രമ്യ, കോഴിക്കോട് നമ്മൾ നേരത്തെ ലൈവ് കയറിയതാണ്. മിഠായി തെരുവിലെ തെരുവിൽ എന്താണ് ക്രിസ്മസ് വിപണിയൊക്കെ സജീവമായിരുന്നു. ആ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ദേവാലയങ്ങളിലെ പ്രാർത്ഥനകൾ ഒക്കെ തുടങ്ങാൻ സമയമായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? അമൽ, ഇപ്പോൾ നമ്മളത് കോഴിക്കോട് അതിരൂപതയുടെ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ചർച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ ഏകദേശം 10:30 കൂടിയാണ് കരോൾ ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി ചടങ്ങുകൾ പുരോഗമിക്കുക. ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. വിശ്വാസികളെല്ലാം ഇവിടെ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതേ ഉള്ളൂ. ചുരുക്കം ചില വിശ്വാസികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ തന്നെ ഏകദേശം 10:11 മണിയോടുകൂടി തന്നെ വിശ്വാസികളെല്ലാം കൂടെ ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ തിരുപ്പിറവി ദിവ്യബലിക്ക് അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും 15:45 ഈ ചടങ്ങുകൾ ആരംഭിക്കുക. നിലവിൽ 10:30 തന്നെ വിശ്വാസികളെല്ലാം ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തേക്ക് അങ്കണത്തേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നിലവിൽ കുറച്ച് പേർ മാത്രമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഒരു കൊച്ചു സുന്ദരി കൂടി ഉണ്ട്. ഇവിടെ ഈ ക്രിസ്മസിൻ്റെ കുർബാനയും ബാക്കി എല്ലാ ചടങ്ങുകളൊക്കെ കൂടാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു സുന്ദരിയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത്. എന്താ പേര്? മസിയ. ക്രിസ്മസ് എങ്ങനെയുണ്ട്? ആഘോഷിച്ചോ? ആഘോഷിച്ചു. എങ്ങനെ പാട്ടൊക്കെ പാടും? ക്രിസ്മസിന്റെ പാട്ടൊക്കെ പാടുമോ? ഒരു പാട്ട് പാടിത്തരുമോ? കണ്ണ് കണ്ണ് കാത്തിരുന്നു മണ്ണില് പൈതലതാ താരോട് താരോട് കേട്ടിരുന്നു ദൈവത്തെ പുത്രതാ കണ്ണ് 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 കാത്തിരുന്നു മണ്ണില് പൈതലതാ താരോടി പൈതലിരുന്നു ദൈവത്തെ പുത്രതാ കണ്ണ് കണ്ണു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഇപ്പോൾ ഈ പള്ളിയുടെ അവിടെ വന്നിട്ട് നിറയെ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? കൊതിയാവുണ്ട്. നിറയെ ലൈറ്റുകളൊക്കെ ഉണ്ട് അല്ലേ? നക്ഷത്രങ്ങളൊക്കെ കണ്ടോ? എല്ലാം നടന്നു കണ്ടു. പുൽക്കൂട് കണ്ടോ? എല്ലാം കണ്ടു. ആരുടെ കൂടെ വന്നേ? ഒപ്പം വന്നു. ഇത് കാണാൻ വേണ്ടി വന്നതാണോ? അമൽ, ഇപ്പോൾ ദേവാലയത്തിലെ ഈ അലങ്കാരങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചു സുന്ദരി എത്തിയിട്ടുള്ളത്. നിറയെ ലൈറ്റുകളും അതുപോലെ തന്നെ മാൽബൾബുകളും നക്ഷത്രങ്ങളും എല്ലാം കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ദേവാലയ മുറ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10:30 തന്നെ വിശ്വാസികളെല്ലാം തന്നെ ഈ ചടങ്ങുകൾക്കെല്ലാമായിട്ട് ഈ ദേവാലയ മുറ്റത്തേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ചുരുക്കം ചിലർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഏകദേശം 10:30 തന്നെ ഈ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കും. 15:45 ഈ തിരുപ്പിറവിയിൽ വർഗീസ് മെത്രാപ്പോലിത്ത വർഗീസ് ചക്കാലക്കലിന്റെ കാർമ്മികത്വത്തിൽ നടക്കുക. അമൽ, യെസ്, തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെയാണ് ക്രിസ്മസ്.